ഡിജിറ്റൽ ഇന്ത്യയുടെ വളർച്ചയ്ക്കൊപ്പം UPI, മൊബൈൽ ബാങ്കിംഗ്, ഓൺലൈൻ പേയ്മെന്റുകൾ തുടങ്ങിയ സംവിധാനങ്ങൾ രാജ്യത്ത് അതിവേഗം വ്യാപിച്ചിട്ടുണ്ടെങ്കിലും ദൈനംദിന സാമ്പത്തിക ഇടപാടുകളിൽ കറൻസി നോട്ടുകളുടെ പ്രാധാന്യം ഇന്നും കുറഞ്ഞിട്ടില്ല. നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം കോടിക്കണക്കിന് ആളുകൾ ഇപ്പോഴും പണമായി തന്നെ ഇടപാടുകൾ നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും പുതിയ കറൻസി നോട്ടുകൾ അച്ചടിക്കാനും പഴകിയ നോട്ടുകൾ പിൻവലിച്ച് പുതിയവ വിതരണം ചെയ്യാനും കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും വൻ തുകയാണ് ചെലവഴിക്കുന്നത്. എന്നാൽ നിലവിൽ ഉപയോഗിക്കുന്ന പേപ്പർ നോട്ടുകൾ എളുപ്പത്തിൽ കീറിപ്പോവുക, നനഞ്ഞാൽ നശിക്കുക, അഴുക്ക് പിടിക്കുക, ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക തുടങ്ങിയ നിരവധി പരിമിതികൾ നേരിടുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഈട് നിൽക്കുന്നതും സുരക്ഷിതവുമായ പോളിമർ കറൻസി നോട്ടുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ അവതരിപ്പിക്കാൻ റിസർവ് ബാങ്കിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. ലോകത്തിലെ നിരവധി രാജ്യങ്ങൾ ഇതിനോടകം വിജയകരമായി ഉപയോഗിച്ചു വരുന്ന പോളിമർ നോട്ടുകൾ ഇപ്പോൾ ഇന്ത്യയിലേക്കും എത്തുകയാണ്. ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ്, സിംഗപ്പൂർ, UK തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ വർഷങ്ങളായി പ്രചാരത്തിലുള്ള ഈ സാങ്കേതിക വിദ്യ ഇന്ത്യൻ സാഹചര്യങ്ങൾക്കും അനുയോജ്യമാണോ എന്ന് വിലയിരുത്തുന്നതിനാണ് പരീക്ഷണ പദ്ധതി നടപ്പാക്കുന്നത്. ഈ പരീക്ഷണത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിലെ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് മലയാളികൾക്ക് പ്രത്യേക ശ്രദ്ധേയമായ വാർത്തയാണ്. അതായത് രാജ്യത്ത് ആദ്യമായി പുറത്തിറങ്ങുന്ന പോളിമർ കറൻസി നോട്ടുകൾ കൈകാര്യം ചെയ്യുന്നവരിൽ മലയാളികളും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പോളിമർ നോട്ടുകൾ രാജ്യത്തുടനീളം ഒരേ സമയം വിതരണം ചെയ്യാൻ ഇതുവരെ തീരുമാനമായിട്ടില്ല. പകരം പരിമിതമായ തോതിൽ തെരഞ്ഞെടുത്ത നഗരങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവ പുറത്തിറക്കി അവയുടെ പ്രവർത്തനക്ഷമതയും ഈടും സുരക്ഷയും വിലയിരുത്താനാണ് തീരുമാനം. ഇന്ത്യയിലെ വ്യത്യസ്ത കാലാവസ്ഥകളായ ഉയർന്ന ചൂട്, കനത്ത ഈർപ്പം, മഴ, വരണ്ട കാലാവസ്ഥ, മലനിരകളിലെ തണുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ നോട്ടുകൾ എത്രത്തോളം കേടുപാടുകളില്ലാതെ ഉപയോഗിക്കാനാകുമെന്ന് പഠിക്കുകയാണ് പരീക്ഷണത്തിന്റെ പ്രധാന ലക്ഷ്യം. വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾ നോട്ടുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു, എത്ര വേഗത്തിലാണ് അവ പഴകുന്നത്, ബാങ്കുകൾക്കും ATM സംവിധാനങ്ങൾക്കും പുതിയ നോട്ടുകൾ അനുയോജ്യമാണോ, നോട്ട് എണ്ണുന്ന യന്ത്രങ്ങളിൽ ഇവ സുഗമമായി പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ഈ പരീക്ഷണത്തിലൂടെ വിലയിരുത്തും. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഭാവിയിൽ രാജ്യവ്യാപകമായി പോളിമർ നോട്ടുകൾ അവതരിപ്പിക്കണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം സ്വീകരിക്കുക. രാജ്യത്തെ 5 വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന നഗരങ്ങളിലാണ് ആദ്യഘട്ട പരീക്ഷണം നടത്തുന്നത്. കേരളത്തിലെ കൊച്ചി, കർണാടകയിലെ മൈസൂരു, ഹിമാചൽ പ്രദേശിലെ ഷിംല, രാജസ്ഥാനിലെ ജയ്പൂർ, ഒഡീഷയിലെ ഭുവനേശ്വർ എന്നിവയാണ് ആദ്യഘട്ട പരീക്ഷണത്തിനായി തെരഞ്ഞെടുത്ത നഗരങ്ങൾ. ഈ നഗരങ്ങളിലെ വ്യത്യസ്ത കാലാവസ്ഥകൾ പോളിമർ നോട്ടുകളുടെ ദീർഘകാല ഉപയോഗശേഷി വിലയിരുത്താൻ സഹായിക്കുമെന്നാണ് റിസർവ് ബാങ്കിന്റെ വിലയിരുത്തൽ. കേരളത്തിലെ ഉയർന്ന ഈർപ്പവും ശക്തമായ മഴയും പോളിമർ നോട്ടുകൾക്ക് എത്രത്തോളം വെല്ലുവിളിയാകുമെന്ന് പരിശോധിക്കുന്നതിനായാണ് കൊച്ചിയെ പരീക്ഷണ നഗരമായി തെരഞ്ഞെടുത്തതെന്നാണ് വിലയിരുത്തൽ. പരീക്ഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ 10 രൂപ മൂല്യമുള്ള പോളിമർ നോട്ടുകളായിരിക്കും വിപണിയിലെത്തുക. ഏകദേശം 100 കോടി 10 രൂപ നോട്ടുകൾ അച്ചടിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ വിതരണം ചെയ്യാനാണ് റിസർവ് ബാങ്ക് പദ്ധതിയിടുന്നത്. ഈ പദ്ധതി വിജയകരമാണെന്ന് കണ്ടെത്തിയാൽ പിന്നീട് 20 രൂപയുടെ പോളിമർ നോട്ടുകളും പുറത്തിറക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഭാവിയിൽ മറ്റു മൂല്യമുള്ള നോട്ടുകളിലേക്കും ഈ സാങ്കേതികവിദ്യ വ്യാപിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പോളിമർ നോട്ടുകൾ എന്ന് കേൾക്കുമ്പോൾ പലർക്കും സാധാരണ പ്ലാസ്റ്റിക് ഷീറ്റുകളാണ് മനസ്സിൽ വരുന്നത്. എന്നാൽ ഈ നോട്ടുകൾ നിർമ്മിക്കുന്നത് സാധാരണ പ്ലാസ്റ്റിക് ഉപയോഗിച്ചല്ല. ബൈ ആക്സിയലി ഓറിയന്റ് പോളിപ്രോപ്പിലീൻ എന്ന പ്രത്യേകതരം പോളിമർ വസ്തുവാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അതീവ കരുത്തും വഴക്കവും ഒരുപോലെ നൽകുന്ന ഈ പ്രത്യേക വസ്തു നോട്ടുകൾക്ക് ദീർഘായുസ് നൽകുന്നു. സാധാരണ പേപ്പർ നോട്ടുകൾ പോലെ തന്നെ ഇവ മടക്കാനും പോക്കറ്റിൽ സൂക്ഷിക്കാനും എളുപ്പമാണ്. എന്നാൽ കീറിപ്പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കൂടാതെ നനഞ്ഞാലും രൂപഭേദം സംഭവിക്കുകയോ ഉപയോഗശൂന്യമാവുകയോ ചെയ്യില്ല. പേപ്പർ നോട്ടുകളെ അപേക്ഷിച്ച് 2.5 മുതൽ 5 മടങ്ങ് വരെ കൂടുതൽ കാലം ഉപയോഗിക്കാൻ പോളിമർ നോട്ടുകൾക്ക് സാധിക്കുമെന്നാണ് വിവിധ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ പോളിമർ നോട്ടുകൾ കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. മഴയിൽ നനയുകയോ അബദ്ധത്തിൽ വസ്ത്രത്തോടൊപ്പം അലക്കുകയോ ചെയ്താലും പേപ്പർ നോട്ടുകളെ പോലെ ഉടൻ നശിക്കില്ല. കീറിപ്പോകുമെന്ന ആശങ്കയും കുറയും. ദീർഘകാലം ഉപയോഗിച്ചാലും അഴുക്ക് കുറവായതിനാൽ കൈകളിൽ നിന്ന് കൈകളിലേക്ക് മാറുന്ന നോട്ടുകൾ കൂടുതൽ വൃത്തിയായി നിലനിൽക്കും. നിലവിൽ പലരും നനഞ്ഞ പേപ്പർ നോട്ടുകൾ ഉണക്കാനോ നേരെയാക്കാനോ ചൂടുള്ള വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പോളിമർ നോട്ടുകൾക്ക് അമിതമായി ചൂട് ലഭിച്ചാൽ അവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ ഉരുകുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനാൽ അയൺ ബോക്സ്, ഹീറ്റർ, തീ എന്നിവയുടെ സമീപം ഇത്തരം നോട്ടുകൾ വെക്കരുത്. നോട്ടുകളിൽ സ്ലാമ്പർ പിൻ അടിക്കുകയോ സൂചി കൊണ്ട് കുത്തുകയോ ചെയ്യുന്നത് ഒഴിവാക്കണം. ഇത്തരം പ്രവർത്തനങ്ങൾ നോട്ടിലെ സുരക്ഷാ സംവിധാനങ്ങളെ ബാധിക്കാനും നോട്ട് കേടുവരുത്താനും ഇടയാക്കും. പോളിമർ ഉപരിതലം പേപ്പറിനേക്കാൾ മിനുസമുള്ളതിനാൽ ഇവയ്ക്ക് വഴുക്കൽ സ്വഭാവം കുറച്ചുകൂടി ഉണ്ടായേക്കാം. അതിനാൽ പണം എണ്ണുമ്പോഴും കൈകാര്യം ചെയ്യുമ്പോഴും കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്. പോളിമർ നോട്ടുകളുടെ പരീക്ഷണം വിജയകരമായാൽ ഇന്ത്യയിലെ കറൻസി സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. കൂടുതൽ കാലം ഉപയോഗിക്കാനാകുന്ന നോട്ടുകൾ പ്രചാരത്തിലാകുന്നതോടെ പുതിയ നോട്ടുകൾ അച്ചടിക്കുന്നതിനുള്ള ചെലവ് കുറയാനും കള്ളനോട്ടുകളുടെ വ്യാപനം നിയന്ത്രിക്കാനും പൊതുജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതവും ദീർഘായുസ്സുള്ളതുമായ കറൻസി ലഭ്യമാക്കാനും ഈ പദ്ധതി സഹായകമാകും. പരീക്ഷണത്തിന്റെ ഫലങ്ങൾ അനുകൂലമായാൽ വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ കറൻസി സംവിധാനത്തിൽ പോളിമർ നോട്ടുകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.